അപ്പോ എന്താ പറഞ്ഞു തന്നെ മാറ്റിച്ചാണോ വലതുപക്ഷ നിരീക്ഷകൻ എനിക്ക് വെക്കരുത് എന്ന് ഏതെങ്കിലും ചാനലോട് പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? മീഡിയ വൺ, ഞാനും മീഡിയ വണ്ണും തമ്മിലുണ്ടായിരുന്ന ആ പ്രശ്നം അതായിരുന്നു. അത് മീഡിയ വണ്ണിന് അതിന്റെ തലേന്നത്തെ ചർച്ചയിൽ വരെ എന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ വെക്കുന്നതിന് അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ അടുത്ത് അവര് ചർച്ചയ്ക്ക് വിളിക്കുന്നു, ഞാൻ ചർച്ചയ്ക്ക് എഗ്രി ചെയ്യുന്നു. എഗ്രി ചെയ്തതിനു ശേഷം ചർച്ചയ്ക്ക് കുറച്ച് സമയം മുമ്പ് എന്നെ വിളിച്ചിട്ട് അവർ പറയുകയാണ്, അതെ, വലതുപക്ഷ നിരീക്ഷകൻ എന്ന് നിങ്ങൾ ഡെസിഗ്നേഷൻ വെക്കാൻ പറ്റുള്ളൂ, മാനേജ്മെന്റ് ഡിസിഷനാണ്. അത് മാനേജ്മെന്റ് അല്ലല്ലോ തീരുമാനിക്കുന്നത്. ഹൗ ഐ ഐഡന്റിഫൈ മൈസെൽഫ് എന്നുള്ളത് എന്റെ ചോയ്സ് ആണ്. തീർച്ചയായും എന്തൊക്കെ വേണമെങ്കിൽ അത് പറയാം, അതിന്റെ മറുപടി ഞാൻ അവിടെ പറയും. അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങൾ വേറൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതും ആവേണ്ടി വരുമല്ലോ. അത് പാനലിസ്റ്റ് ഞാൻ വന്നിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ആരോപിക്കാം, നിങ്ങളുടെ സ്വാതന്ത്ര്യം, നിങ്ങളുടെ അഭിപ്രായം എനിക്ക് പറയാം. പക്ഷെ നിങ്ങളുടെ ലേബൽ ഞാൻ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ കാര്യമില്ല. പറഞ്ഞാൽ ഞങ്ങളുടെ പോളിസിയാണ്, അതിലൊരു രസമുണ്ട്. ഞങ്ങളുടെ പോളിസിയാണ്, ഞങ്ങൾ എല്ലാവരെയും ഇനിയും അവരുടെ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ അവരെ എവിടെ നിൽക്കുന്നു എന്നതിനെ പറ്റിയാണ് ഞങ്ങൾ ഇനി പറയുക. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ നിങ്ങളുടെ അഭിപ്രായമല്ലേ, അയാളുടെ അഭിപ്രായമാണ് എഴുതുന്നതെങ്കിൽ ഓക്കെ, അല്ലല്ല അത് മാനേജ്മെന്റ് ഡിസിഷനാണ്. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഞാൻ ഇരിക്കില്ല. നിങ്ങൾ അതിൽ ചർച്ചയിൽ ആരോപിച്ചാൽ ഞാൻ അവിടെ മറുപടി പറയും, പക്ഷെ ഈ ലേബലിൽ വന്ന് ഞാൻ അവിടെ ഇരിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ ചർച്ച ബഹിഷ്കരിച്ചു. അതേ സമയത്ത് ഞാനൊരു ലൈവ് ചെയ്തു, അതന്ന് ന്യൂസ് ആയിരുന്നു, വലിയ ചർച്ചാ വിഷയമായിരുന്നു അല്ലേ. രസം എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ തൊട്ടടുത്ത ആഴ്ച മീഡിയ വണ്ണിൽ മറ്റൊരു ചർച്ച വന്നു. ആ ചർച്ചയിൽ ഞാനില്ല, അതിൽ അഡ്വക്കേറ്റ് ജയശങ്കർ ഉണ്ട്. ജയശങ്കർ രാഷ്ട്രീയ നിരീക്ഷകൻ, നമ്മുടെ എ റഹീമും ഉണ്ട്. അപ്പൊ ഞാനും റഹീമും കൂടി സ്ഥിരം ചർച്ചകളിൽ കോർത്തോണ്ടിരുന്നു. പക്ഷെ അന്ന് ചരിത്രത്തിൽ ആദ്യമായി റഹീം എന്നെ പിന്തുണച്ചു. അതായത് ജയശങ്കറിന്റെ പേരിന് താഴെ എഴുതിയിരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നാണ്. അപ്പൊ ഈ ചോദ്യം വന്നപ്പോഴത്തെ ഒരു ചോദ്യം, വിഷയ സംബന്ധിയായിട്ടുള്ള ഒരു ചോദ്യം റഹീമിനോട് വന്നപ്പോ റഹീം പറഞ്ഞു, അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് മീഡിയ വണ്ണിനോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ശ്രീജിത്ത് പണിക്കരോട് കാണിച്ചത് കടുത്ത അനീതിയാണ്. അപ്പൊ ആങ്കർ കിളി പോയിരിക്കുകയാണ്, എന്താ സംഭവം? പുള്ളി പറഞ്ഞു, നിങ്ങൾ ശ്രീജിത്ത് പണിക്കരെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ അദ്ദേഹം ഒഴിവാകാൻ കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എവിടെയാണ് എന്നതിനെ കുറിച്ച് നിങ്ങൾ പറയും എന്ന് കരുതിയിട്ടാണ്. അപ്പൊ വലതുപക്ഷ നിരീക്ഷകൻ എന്നെ അദ്ദേഹത്തിനെ വിളിക്കൂ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. പക്ഷെ ഇന്ന് നോക്കൂ, നിങ്ങൾ ജയശങ്കറിന്റെ പേരിന്റെ താഴെ രാഷ്ട്രീയത്തിലുള്ളൂ. അപ്പൊ എന്നിട്ട് പുതിയ ആരോപിക്കുന്നത് ജയശങ്കറിനെ നിങ്ങൾ വലതുപക്ഷ നിരീക്ഷണം എന്നെഴുതണം. CPI അല്ല പറയുന്നത്, ജയശങ്കറിനെയും വലതുപക്ഷ നിരീക്ഷണം. അപ്പൊ അത് നിങ്ങൾക്ക് വെക്കാൻ വയ്യ എങ്കിൽ നിങ്ങൾ ശ്രീജിത്തിനോട് കാണിച്ചത് കടുത്ത അനീതിയാണ് എന്ന് പുള്ളി എന്ന് ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തു. അതെനിക്ക് തോന്നുന്നു ഒരു പക്ഷത്ത് നിന്ന അതെനിക്ക് തോന്നുന്നതെന്നറിയോ, ഈ ശത്രുവിന്റെ ശത്രുമിത്രം അതാണ് സംഭവം. അത് സംഭവം അതായത് CPM ഏറ്റവും കൂടുതൽ എതിർക്കുന്ന മൗദൂദി എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഈ മീഡിയ വണ്ണിനെയും ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയാണല്ലോ. നമ്മൾ സ്വാഭാവികമായിട്ടും മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചർച്ച വന്നതുകൊണ്ട് നമുക്ക് ഞാൻ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതി വെച്ച് വായിക്കുന്ന ആളല്ല കേട്ടോ. നമ്മൾ പറയുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി ഇങ്ങനെ സംസാരിച്ചു പോവുകയാണ് എൻ്റെ ഒരു പോഡ്കാസ്റ്റിന്റെ രീതി. അപ്പോൾ മീഡിയ വണ്ണിന്റെ ചർച്ച വന്നതുകൊണ്ട് തന്നെ